സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാജശ്രീനെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്തെ അനന്തേട്ടൻ. അനന്തേട്ടൻ ഇതിൽ ഇടപെടണ്ടെന്ന് പറയും. പക്ഷേ അനന്തേട്ടൻ ഒന്ന് ആലോചിക്കണം. കണ്ണടച്ചിട്ട് എത്ര ദിവസങ്ങളായിന്നറിയോ? കണ്ണടച്ചാൽ ആദ്യം ഓർമ്മ വരുന്നത് ആ കല്യാണ ദിവസമാണ്. അതിൽ മറക്കാൻ പറ്റാത്തത് അനന്തേട്ടൻ ജീവൻ അവസാനിപ്പിക്കാൻ നോക്കിയതെന്നൊക്കെ പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് എനിക്ക് എന്ന് പറയും. കാരണം അലോകിൻ്റെയും കൂടി കല്യാണം മുടങ്ങിയതിൽ രാജശ്രീക്കും അച്യുതോർമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. അപ്പോൾ പിന്നെ അവരൊന്നും മിണ്ടാണ്ട് നിൽക്കും. എന്നാലും നന്ദിത പറയും, നമ്മൾ അവരെ ഉപേക്ഷിച്ചതല്ലേ, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ അച്യുതോർമ്മ സമ്മതിക്കില്ല. ഏട്ടൻ എന്ത് പറഞ്ഞാലും ശരി തന്നെ, ഞാനിത് അവരെ വിളിക്കാൻ പോകുന്നു പറയും. അങ്ങനെ അയാൾ അച്യുതൻ വിളിക്കാൻ നോക്കണ്. പിന്നെ കാണിക്കുന്നത് കല്യാണ നിശ്ചയം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ചിങ്ങത്തിൽ കല്യാണം നടത്താം. അതെ, എന്നാൽ പിന്നെ അധികം വൈകാൻ നിൽക്കേണ്ട, ചിങ്ങത്തിൽ തന്നെ നടത്താം. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നല്ല സന്തോഷത്തോടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫോൺ വരും. ഫോൺ വരുമ്പോൾ അയാൾ പറയും, കിഷോർ എന്നാണ് അയാളുടെ പേര്. അയാൾ പറയും, ഞാൻ പെട്ടെന്ന് വരാം, ഒന്ന് സംസാരിച്ചിട്ടെന്ന് പറയും. അങ്ങനെ അയാൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പറയും, കിഷോറെ ഞാൻ വെട്ടി തുറന്ന് തന്നെ ചോദിക്കാം. അച്യുതൻ ചോദിക്കുന്നത്, ഞാൻ വെട്ടി തുറന്ന് തന്നെ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ആ അച്യുതൻ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ വീട്ടിൽ ഇന്ന് എൻ്റെ മോളുടെ വിവാഹ നിശ്ചയമാണ്. ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ മകനായിരിക്കുമല്ലേ എന്ന് ചോദിക്കും. അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തുകൊണ്ട് താനൊരു കാര്യം ചെയ്യണം. വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവരോടും ആലോചിച്ചിട്ട് വേണ്ട ഇതൊക്കെ നടത്താൻ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, താൻ അയാളോട് ചോദിക്കി, അയാളുടെ ഇളയ മോൻ്റെ ഒക്കെ വിവാഹം കഴിഞ്ഞു എന്ന്. അയാളുടെ ഇളയ മോൻ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് 100 പവൻ്റെ സ്വർണം മോഷ്ടിച്ച കേസ് നടക്കണ്. അതുപോലെ തന്നെ അയാളുടെ രണ്ടാമത്തെ മോൻ്റെ വിവാഹം നടത്തുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിക്കി. നിങ്ങൾക്ക് ഈ വിവാഹം എങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ഓഫീസിലെ സ്റ്റാഫാണ് ബാലൻ്റെ മരുമോൾ എന്ന് പറഞ്ഞപ്പോൾ വഴിക്കിനി വിവാഹം വന്നല്ലേ എന്ന് നല്ലോണം ആലോചിച്ചിട്ട് കല്യാണം നടത്തി കൊടുത്താൽ മതി. ചേട്ടൻ്റെ കല്യാണം എന്തുകൊണ്ട് നടക്കാത്തതെന്നും ചേട്ടൻ എത്ര പ്രായമുണ്ടെന്നും അങ്ങനെ മറ്റുള്ള പല കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വേണം നടത്താൻ. അവരുടെ അച്ഛൻ്റെ അമ്മരെ വിവാഹം എങ്ങനെ നടന്നതെന്ന് ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരേ കാര്യങ്ങൾ ബാലൻ്റെയും വീട്ടുകാരെയും കുറിച്ച് അച്യുതൻ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ ബാലനല്ല കിഷോറിന് എന്തോ ഒരു ടെൻഷനായി. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കിഷോർ അവിടേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് പറയും, അപ്പം എല്ലാവരും കൂടെ പറയും, അപ്പം എന്തായി, കാര്യങ്ങൾ തീരുമാനമായി എന്നൊക്കെ ബാലൻ ചോദിക്കിന്. നമുക്ക് ചിങ്ങത്തിൽ തന്നെ നടത്താമല്ലേ കിഷോർ എന്ത് പറയുന്നു, ഉറപ്പല്ലേ എന്ന് പറയും. അപ്പം പറയും, വരട്ടെ, നമുക്ക് ഒന്നും കൂടെ ആലോചിക്കാം, വേറെ ജോലിസിനെ കാണണം, ജാതകമൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. വീണ ചേച്ചിയും ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ ഇത്രയും നേരം നമ്മൾ ഇതന്നെയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ജാതകമൊക്കെ നോക്കിയതല്ല. അതെ, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആലോചിക്കാനൊക്കെ ഉണ്ട്. എന്തായാലും വിവാഹമല്ലേ, അത്ര പെട്ടെന്നൊന്നും നമുക്ക് എടുത്തടിച്ച പോലെ ചെയ്യേണ്ട, കുറച്ചും കൂടെ ആലോചിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ഉറപ്പിച്ചാൽ മതി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ആകെ ഞെട്ടലാവുന്നുണ്ട്, എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അപ്പം തന്നെ നമ്മുടെ ആനന്ദ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ അയാൾ ചോദിക്കുന്നു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബാല, നിങ്ങളുടെ ഇളയമോൻ്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിക്കും. വിവാഹം കഴിഞ്ഞു, അതിനെന്താന്ന് ചോദിക്കും. പറഞ്ഞതല്ലേ എൻ്റെ 2 മക്കളുടെ വിവാഹം കഴിഞ്ഞു, പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം നടത്തേണ്ടി വന്നു, ഇനി എൻ്റെ മോൻ്റെ വിവാഹമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് വിഷമിച്ച് നിങ്ങൾ ഇങ്ങനെ പറയണ്ടായിരുന്നു, നിങ്ങൾക്ക് ജാതകം ഒന്നും കൂടെയൊക്കെ നോക്കിയിട്ടൊക്കെ ഞങ്ങളെ വിളിപ്പിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ സ്വപ്നമാണ് എന്നൊക്കെ പറയും ബാലൻ. അതുകൊണ്ടൊന്നല്ല, ഒന്നും കൂടെ ആലോചിക്കാൻ എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് ആലോചിക്കാണ്ട് ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതാണ്. അപ്പം മീനാക്ഷി പറയും, ചേച്ചി ഇത് വല്ലാത്തൊരു മോശമായിട്ട്, ഇതെന്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് തന്നെ ആനന്ദ് ചാടി എഴുന്നേറ്റ് പറയും, അച്ഛാ എനിക്കിത് സംസാരിക്കണം. അങ്കിൾ, എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോ ഞങ്ങളെക്കുറിച്ചോ നിങ്ങൾ എന്തോ മോശമായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം ഇല്ലാത്തൊരു, പ്രത്യേകിച്ച് പെട്ടെന്ന് നിങ്ങളുടെ തീരുമാനം മാറിയത്. ഒരു കാര്യം ചെയ്യുക, എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ആനന്ദ് ഇറങ്ങിപ്പോണ്. എനിക്ക് ഓഫീസിൽ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോകാൻ നേരമായി എന്ന് പറയും. അപ്പം ഗോമതിയൊക്കെ പിന്നാലെ കരഞ്ഞ് ചെല്ലുന്നുണ്ട്, മോനെ പോകല്ലേ, നമുക്ക് ഒന്നിച്ച് പോകാൻ പറഞ്ഞപ്പോൾ വേണ്ടമ്മേ നിങ്ങൾ വന്നാൽ മതി, ഞാൻ പോകണമെന്ന് പറഞ്ഞ് ആനന്ദ് അങ്ങോട്ട് പോകും. പിന്നീട് ബാലൻ കിഷോറിനോട് പറയും, കിഷോറെ ഇത് വല്ലാത്തൊരു മോശമായിപ്പോയി, ഞങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾ ഈ ചവിട്ടി അരച്ചത്, ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതിയായിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാളും പോകും. ഗോമതി അപ്പം പിന്നാലെ ആകാശവും ബാലനോട് നമ്മുടെ ആകാശം ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഗോമതിക്ക് മനസ്സിലായി, വാ ഇവിടെ വെച്ച് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. മീനാക്ഷി പോകുന്ന പോക്കിൽ പറയുന്നുണ്ട്, ചേച്ചി ഇത് വളരെ മോശമായിട്ടാന്ന് പറഞ്ഞ് അവരും പോകും. പിന്നീട് അവരെ മുറ്റത്ത് നിന്നിട്ട് പറയും, ബാലേട്ടാ വാ നമുക്ക് വീട്ടിൽ പോവാം, എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകാന്ന് പറഞ്ഞപ്പം എനിക്ക് വേണ്ട, ഞാൻ കടയിലേക്ക് പോണ്. അപ്പം മീനാക്ഷി അറിയാച്ചാൽ കടയിലേക്ക് എന്തോരം ദൂരം ഉണ്ടെന്നാ കാറിൽ പോകാന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറയും.
അതിന് പിന്നെയും കോമഡി പറയുമ്പോൾ വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ, എന്നെയും കൊണ്ട് പോകണ്ട, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ പൊട്ടിത്തെറിച്ച് ബാലൻ മോൻ പോയതിൻ്റെ പിന്നാലെ ബാലന് നടന്നു പോവുകയാണ് ചെയ്യുന്നത് ആ വിഷമം കൊണ്ട്. അങ്ങനെ കോമതിയും ഒക്കെ വല്ലാത്ത വിഷമത്തോടെ കോമതിയും ആകാശും അതുപോലെ തന്നെ മീനാക്ഷിയും കൂടെ കാറിൽ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന വഴിക്ക് തന്നെ ആരും ചോദിക്കുന്ന അമ്മ എന്തായി കല്യാണം നിശ്ചയിച്ചു എന്നൊക്കെ ചോദിക്കും. ഇല്ല മോനെ അത് നടക്കില്ല എന്ന് പറയും. എന്ത് പറ്റിയെന്ന് ചോദിക്കും. എന്ത് പറ്റി നടക്കില്ല എന്ന് അറിയില്ല മോനെ, എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് ചിങ്ങത്തിൽ കല്യാണം നടത്താമെന്ന് പറഞ്ഞിരുന്ന് ഒരൊറ്റ സെക്കൻഡോടാണ് അയാൾ കാല് മാറിയെന്ന് പറയും. അപ്പം മിത്രയ്ക്കും വിഷമാവുന്നുണ്ട്. അതെന്താ പച്ചി ഇങ്ങനെ എത്ര പെട്ടെന്ന് മാറാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല മോളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന് വെച്ചപ്പോൾ ഉണ്ടാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു എന്നൊക്കെ പറയും. പിന്നീട് നമ്മുടെ ആകാശിനെ നമ്മുടെ ആനന്ദ് അപ്പം ആനന്ദേട്ടനോന്ന് ചോദിക്കും. ആനന്ദേട്ടൻ കടയിലേക്ക് പോയി, സ്ഥാപനത്തിലേക്ക് പോയി എന്ന് പറയും. അപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ആരും ചോദിക്കുമ്പോൾ എന്തിന്, എവിടെയെങ്കിലും പോയി എൻ്റെ ചേട്ടൻ കുറച്ചു നേരം സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് ആകാശ മീനാക്ഷിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ മീനാക്ഷി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യൻ വഴിയിൽ ഇങ്ങനെ കാത്തുക്കണ്. അവിടേക്ക് നമ്മുടെ ആനന്ദ് വരുന്നുണ്ട്. എന്താടാ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒന്നുമില്ല ചേട്ടാ, ഞാനൊരു വഴി വരെ ഒരു സ്ഥലത്തേക്ക് പോയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടനൊന്ന് കാണാൻ വിളിച്ചതാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്നെ കാണാൻ വിളിച്ചതല്ലേ. ഞാൻ വിവാഹം മുടങ്ങിയ വിഷമത്തിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുന്നു വിചാരിച്ചിട്ടാണോ നീ എന്നെ ഇങ്ങനെ വിളിപ്പിച്ചത്? എന്തായാലും എനിക്ക് സന്തോഷമായി. എനിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ആപത്ത് വന്നാൽ എന്നെ ഓടി എത്താൻ എൻ്റെ അനിയന്മാരുണ്ടല്ലോ, അതെനിക്ക് സന്തോഷമായി. പിന്നെ എൻ്റെ ലോകം ദേവമംഗലമാണ്. അച്ഛൻ്റെ വിഷമം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാടാ ഞാൻ ആദ്യം അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. അല്ലാതെ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് വിവാഹം വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അനിയത്തിമാരും നിങ്ങളനിയന്മാരും അനുശ്രീ അടക്കം എനിക്കിപ്പോൾ 3 അനിയത്തിമാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർ മതി. അവരായിട്ടുള്ള അവരായിട്ട് കളിച്ച് ചിരിച്ച് നടക്കണം, സന്തോഷിക്കണത് മാത്രമേ ഉള്ളൂ. പിന്നെ മിത്ര ഒരു പാവമാണ്. അതുകൊണ്ട് മിത്രനെ നീ വിഷമിപ്പിക്കരുത്. ഞാൻ വിചാരിച്ച് നമ്മളായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്തൊക്കെ മിത്ര ഭയങ്കര ബോൾഡ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവളൊരു പാവം ട്ടാ, ശുദ്ധ മനസ്സുണ്ട്. അതുകൊണ്ട് നീ അവളെ വിഷമിപ്പിക്കരുത്. എന്തായാലും എൻ്റെ അനിയന്മാർ 2 പേരുടെ കല്യാണം കഴിഞ്ഞ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ. എന്തെങ്കിലും വിവാഹം ഒന്ന് കല്യാണമായിട്ട് നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എൻ്റെ അച്ഛനൊരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടെ പോയത്. എനിക്കല്ലാണ്ട് ഈ വിവാഹത്തിനോട് ഒട്ടും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതല്ല എനിക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ്. നീ വിഷമിക്കൊന്നും വേണ്ട മോനെ, നീ വീട്ടിൽ പോക്കോ, ഏട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഏട്ടന് നിങ്ങളെ വിട്ടിട്ടൊരു ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് പോകണ്. ആര്യൻ അത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ആര്യൻ അങ്ങനെ നെഞ്ച് തകർന്നുകൊണ്ട് വീട്ടിലേക്ക് വരും. ഇതേ സമയം തന്നെ മീനാക്ഷി റൂമിൽ ഇരുന്നങ്ങായിട്ട് വീണ ചേച്ചിനെ അങ്ങനെ പറയുന്നത് ഒരു കഷ്ടമാണ്, ഇങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇനി എന്തിനുണ്ട് അതേപ്പറ്റി പറയുന്ന പുരാണം പറയാൻ നിൽക്കുന്നത്? നിന്റെ ഒരു വീണ ചേച്ചി ഓഫീസിലേക്ക് പോയി മേലിൽ അവരോട് മിണ്ടായിരുന്നു പറയുമ്പോൾ ആകാശം എന്താ അങ്ങനെ പറയുന്നത്? വീണ ചേച്ചി ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല, ഫോൺ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പറയും. എന്തായാലും ഇനി അതേക്കുറിച്ച് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, മതിയായി. നിന്നോട് 100 വാക്ക് ഞങ്ങൾ ചോദിച്ചതല്ലേ പോണേക്കാൾ മുന്നേ അവരോട് ചോദിച്ചോന്ന് എല്ലാ കാര്യങ്ങളും. പിന്നെ അവർക്ക് എന്താ പെട്ടെന്ന് പറയുമ്പോൾ ആ ഫോൺ വന്നതിന് ശേഷം എന്ന് ഞാൻ പറഞ്ഞതല്ലേ. വീണ ചേച്ചി ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. വീണ ചേച്ചി എന്നോട് എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ സുപ്പീരിയറാണ് എൻ്റെ ഫയലൊക്കെ വീണ ചേച്ചിയുടെ മുന്നിലേക്ക് നിർത്തുന്നത്. പിന്നെ ഞാൻ എങ്ങനെ അവരോട് പിണങ്ങാം? നിന്റെ ഫയൽ നിനക്ക് എന്താ വാശിയാണോന്നൊക്കെ ചോദിക്കും. എന്നെക്കൊണ്ട് കൂടുതൽ നീ ഒന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകാശ് ജീവിതത്തിൽ ആദ്യമായിരുന്നു പറഞ്ഞ പോലെ ആകാശം അങ്ങനെ ദേഷ്യപ്പെട്ട് കാണുന്ന എൻ്റെ ചേട്ടൻ്റെ വിഷമം എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ 100 വാക്ക് പറഞ്ഞതല്ല എൻ്റെ ചേട്ടൻ രാവിലെ വേണ്ട വേണ്ട എന്നുള്ള കാര്യം എന്നൊക്കെ പറയും. ആകാശം എന്താ ഇങ്ങനെ പറയുന്നത്? എൻ്റെ വീട് നിൻ്റെ വീട്, എൻ്റെ ചേട്ടനൊക്കെ ആനന്ദേട്ടൻ്റെ കല്യാണം ഞാനായിട്ട് നടത്തി കൊടുക്കാൻ ആഗ്രഹിച്ചത്. നമ്മുടെ വിവാഹം ആനന്ദേട്ടൻ്റെ വിവാഹത്തിന് മുന്നേ നടന്നത് കൊണ്ടുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ. എങ്ങനെയെങ്കിലും ആനന്ദേട്ടനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനിത് ചെയ്തത്. എന്നിട്ട് ആകാശ് എന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം എന്നെ വിഷമിപ്പിക്കുന്ന ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനാക്ഷിയും അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി, നീയും നിൻ്റെ വീണ ചേച്ചിയും കൂടി ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതെന്നൊക്കെ പറയുന്നത്. ആകാശ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ മീനാക്ഷി ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കണം. ആകാശ് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയണത്. ചങ്ക് തകർന്നിട്ടുള്ള വാക്കുകൾ ആകാശ് മീനാക്ഷിയുടെ മേലേക്ക് ഇങ്ങനെ ചെരിയാണ്. എന്തായാലും മീനാക്ഷിനെയും ആകാശിനെ വഴക്കൂടി നിൽക്കണം. മീനാക്ഷിനെ ആകാശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.